വരെ ഒരാണിന്റെയും സ്പർശനമേൽക്കാത്തവൾ എങ്ങനെ ഗർഭിണിയായി? ഇവളുടെ കല്യാണം കഴിഞ്ഞത് ഇന്നലെയാണ്. എന്നിട്ട് ഇന്ന് ഇവള് പ്രഗ്നന്റ് ആണെന്നോ? അതും 4 മാസം. നിങ്ങൾ ആളെ കളിയാക്കാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ് മിസ്റ്റർ ശേഖരൻ. നിങ്ങളുടെ മകള് പ്രഗ്നന്റ്. കൊച്ചിയിലെ വ്യവസായിയായ ശേഖരനെ ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിച്ചു. വിവാഹം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ തന്റെ മകൾ മായ എങ്ങനെ 4 മാസം ഗർഭിണിയാകുമെന്ന് അയാൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അച്ഛൻ എന്നെ വിശ്വസിക്കണം. ഇതൊന്നും സത്യമല്ല. ഇന്നേ വരെ എന്നെ ഒരു അന്യപുരുഷൻ തൊട്ടിട്ട് പോലുമില്ല. ഇന്നെങ്ങനെയാ ഞാൻ? താൻ ഗർഭിണിയാണെന്ന് ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞപ്പോൾ 18-കാരിയായ മായ ഞെട്ടിത്തരിച്ചു നിന്നു. താൻ എങ്ങനെ ഗർഭിണിയാകുമെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവളുടെ വിവാഹം കഴിഞ്ഞ് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇന്ന് വരെ ഒരാൺകുട്ടിയും അവളോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടില്ല. ആരും അവളെ തൊട്ടിട്ടില്ല. ഡോക്ടർ, പ്ലീസ് ഒന്നുകൂടി എന്നെ പരിശോധിക്കണം. ഇതൊരിക്കലും പോസിബിൾ അല്ല. മായ, റിപ്പോർട്ട്സിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. നീ 4 മാസം പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം നീ ഉൾക്കൊണ്ടേ പറ്റൂ. നിങ്ങളുടെ സിറ്റുവേഷൻ എത്ര മോശമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാനൊരു കാര്യം മുൻകൂട്ടി പറയാം. അബോർഷനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. തന്റെ ഈ ഒരു അവസ്ഥയില് അതൊരിക്കലും പോസിബിൾ അല്ല. അമ്മയ്ക്കും കുട്ടിക്കും അത് ഡേഞ്ചറസ് ആണ്. എന്തൊക്കെ ഡോക്ടർ പറയുന്നത്? ഞാൻ ഗർഭിണിയല്ല. മതി നിന്റെ നാടകം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അച്ഛാ, എന്നെ ഒന്ന് വിശ്വസിക്ക പ്ലീസ്. ഒരിക്കലെങ്കിലും. ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങിയ ശേഖരൻ അപമാനഭാരത്താൽ തലകുനിച്ച് തന്റെ കാറിൽ കയറിയിരുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങളോർത്ത് അയാളുടെ ടെൻഷൻ കൂടിക്കൂടി വന്നു. തന്റെ മകൾ തനിക്ക് സമ്മാനിച്ച നാണക്കേട് എങ്ങനെ നാട്ടുകാരിൽ നിന്നും മറച്ചു വെക്കുമെന്നായിരുന്നു അയാളുടെ ചിന്ത. എന്നാൽ മായ ആകട്ടെ തന്റെ ഗർഭത്തിന്റെ രഹസ്യം എന്താണെന്ന് പോലും അറിയാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പിൻസീറ്റിലിരുന്നു. തന്റെ അച്ഛന് താൻ കാരണമുണ്ടാകാൻ പോകുന്ന നാണക്കേടോർത്ത് അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി. തന്റെ അമ്മയുടെ മരണം പോലും അച്ഛനെ ഇത്ര സങ്കടത്തിൽ ആഴ്ത്തിയിട്ടുണ്ടാവില്ലെന്ന് മായയ്ക്ക് തോന്നി. ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാമെന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ലല്ലേ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് കാരാട്ട് വിശ്വനാഥ മേനോന്റെ കൊച്ചുമോൻ അജയുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് അറിയാമോ? നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമാണത്. കൊച്ചിയിലെ ഏറ്റവും പവർഫുൾ കുടുംബം. എന്റെ പേരുള്ള കേസുകളും കടങ്ങളും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവര് വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. നീ ഈസി ആയിട്ട് അതൊക്കെ തല്ലിക്കെടുത്തിയില്ലേ? നിന്റെ ഗർഭത്തെ പറ്റി അവരറിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് നിന്റെ അനിയത്തി മൃദുലയുടെ ഭാവിയെ കുറിച്ചെങ്കിലും നിനക്കൊന്ന് ഓർക്കാൻ പാടില്ലായിരുന്നോ? മാലിനിയോട് ഞാൻ ഇനി എന്ത് പറയും? അവളുടെ മോളുടെ കല്യാണം എന്റെ ഈ പിഴച്ച സന്തതി കാരണം മുടങ്ങാൻ പോകുന്നോ? എന്റെ മോള് പിഴച്ചവളാണെന്ന സത്യം ഞാൻ എങ്ങനെ മറച്ചുവെക്കും? എത്ര മൂടി വെച്ചാലും നിന്റെ വളർന്നു വരുന്ന വയറെല്ലാം എല്ലാവരെയും അറിയിക്കില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അജയ് ഡൽഹി പോയി മടങ്ങി വന്നാൽ എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയും. പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നീ നിന്റെ അമ്മയുടെ കൂടെ മരിച്ചിരുന്നെങ്കിൽ. എനിക്കറിയാം ഈ കല്യാണം അച്ഛനെ സംബന്ധിച്ച് എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ അതിന് യെസ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. അച്ഛനെ പോലെ തന്നെ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തെറ്റ് ചെയ്തിട്ടില്ല. പ്ലീസ്. വീട്ടിലെ ഓരോ മൂലയിലും സ്ഥാപിച്ച CCTV ക്യാമറകളിൽ പതിഞ്ഞ കഴിഞ്ഞ 5 മാസത്തെ ഫൂട്ടേജുകൾ ശേഖരൻ വിശദമായി പരിശോധിക്കാൻ തുടങ്ങി. എല്ലാ വീഡിയോകളും പരിശോധിച്ച ശേഖരൻ സ്തബ്ധനായി നിന്നു.
കാരണം കഴിഞ്ഞ 5 മാസമായി മായ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയിട്ടേ ഇല്ലായിരുന്നു. ആകെ പോയതാകട്ടെ മൃദുലയുടെ കൂടെ ഹോസ്പിറ്റലിലേക്കും, അതും അരമണിക്കൂർ നേരത്തേക്ക്. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. മായയെ പരിചരിക്കുന്നതിനായി ശേഖരൻ ഒരു നഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ശരിയായ ശുശ്രൂഷയുടെ ഫലമായി മായയുടെ ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടു വന്നു. തന്റെ പ്രഗ്നൻസിയെപ്പറ്റി ആദ്യം പേടിച്ചിരുന്ന മായ പിന്നീട് അത് ആസ്വദിക്കാൻ തുടങ്ങി. അവളുടെ ഉള്ളിലെ അമ്മ തന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞു ജീവൻ പുറത്തു വരാൻ കൊതിയോടെ കാത്തിരുന്നു. നാലു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ പെട്ടെന്നൊരു ദിവസം അജയ് മായയുടെ മുമ്പിൽ വന്നു നിന്നു. നിനക്ക് എങ്ങനെ തോന്നിയത്? നീ എന്തിനാ എന്നെ കല്യാണം കഴിച്ച് എന്റെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കിയത്? കല്യാണത്തിന്റെ പിറ്റേന്ന് നിന്റെ വയറ്റിൽ കുട്ടിയുണ്ടെന്ന് പറഞ്ഞ ആ നിമിഷം ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ തീർന്നേനെ. ആരാടി ഇതിന്റെ തന്ത? അതോ പറയാൻ അങ്ങനെ ആളില്ലേ? പറയടി. അച്ഛനിപ്പോ വീട്ടിലില്ല, നീ പിന്നെ വാ. അജയ് മോനെ, നീ ഡൽഹിയിൽ നിന്ന് ഇത്ര വേഗം വന്നോ? പറഞ്ഞില്ലല്ലോ. അതെ അതെ, 4 മാസം കഴിഞ്ഞ് വന്നതാ. അതും ഈ തമാശയാണ്. കൊള്ളാം. എന്താ മരുമോന് കിട്ടിയ വരവേൽപ്പ്? അടിപൊളിയായിട്ടുണ്ട്. മോനെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പ്ലീസ് ഇവിടെ ഇരിക്കൂ. ഇവളെ ഉപേക്ഷിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതെനിക്ക് മനസ്സിലാകും. തനിക്കൊരു പുല്ലും മനസ്സിലാവില്ല. എന്റെ വീട്ടുകാർക്കും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കോ? ഇനിയിപ്പോ ഈ പിഴച്ച കുഞ്ഞിന് ഞാൻ തന്നെ ആകണമായിരിക്കും. ഇവരുടെ മുഖം കണ്ട എന്റെ ഉള്ള സമാധാനം പോവും. അതെ, കല്യാണത്തിന്റെ പിറ്റേന്ന് ഞാൻ ഓടിപ്പോയത് നിന്റെ കൂടെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ. മനസ്സിലായോ? എന്റെ ഒന്നും പറയാനില്ലേ? ഈ പിഴച്ച കുഞ്ഞിനെ വൈകിട്ട് എന്റെ കൂടെ കല്യാണ മണ്ഡപത്തിൽ ഇരുന്നല്ലോടി നീ. എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് മറ്റുള്ള അവളുടെ നിൽപ്പ് കണ്ടോ? എന്തായാലും പുല്ല വിചാരിച്ചേ ഈ കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടിവെക്കാവുന്നോ? നിന്നെ ഞാൻ ഭർത്താവായിട്ട് കണ്ടിട്ടില്ല. മോള് പറഞ്ഞത് കേട്ടോ? മോനെ അജയ്, മായയുടെ മാനസിക നില ശരിയല്ല. അതാ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുട്ടിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പ്രസവം കഴിഞ്ഞാൽ നമ്മളതിനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കോളാം. ഞാൻ വാക്ക് തരുന്നു. അജയ് മോനെ, നിൽക്ക്, പറയുന്നത് കേൾക്ക്. മായ, എന്തുപറ്റി? മായ ബോധക്ഷയയായി വീണു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവളുടെ കുഞ്ഞിനെ ശേഖരൻ പറഞ്ഞതുപോലെ അവളിൽ നിന്നും അകറ്റുമോ? കൂടുതൽ അറിയാൻ ക്വീൻ ഓഡിയോ സീരീസിന്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ മറക്കാതെ കേൾക്കൂ. പോക്കറ്റ് FM-ൽ തികച്ചും സൗജന്യമായി.